Hi all, myself Divya TU from the Department of Civil Engineering. Today we are going to discuss the topic emergency provision. എമർജൻസി പ്രൊവിഷൻ അഥവാ അടിയന്തര വ്യവസ്ഥ. ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്ന ഒരു ഭരണകാലത്തെയാണ്. ഒരു ക്യാബിനറ്റ് ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസിൽ പ്രസിഡന്റിന് ഇന്ത്യൻ സിറ്റിസണിൻ്റെ മൗലികാവകാശത്തിനെ ഗ്യാരണ്ടി ചെയ്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എന്തൊരു പ്രൊവിഷൻസും മറികടക്കാനുള്ള റൈറ്റ് ഉണ്ട്. എമർജൻസി പ്രൊവിഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 18 അതെന്ന് പറയുന്നത് 352 മുതൽ 360 വരെയുള്ള ആർട്ടിക്കിളിലാണ് ഉള്ളത്. ഈ ഒരു പ്രൊവിഷൻ ഇനേബിൾ ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് എന്തെങ്കിലും അബ്നോർമൽ സിറ്റുവേഷൻസ് മീറ്റ് ചെയ്യുമ്പോഴാണ്. ഈ ഒരു ഇൻകോർപ്പറേഷന് പിന്നിലുള്ള റാഷണാലിറ്റി എന്ന് പറയുന്നത് സോവർണിറ്റി, യൂണിറ്റി, അതുപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി സേഫ് ഗാർഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും അതുപോലെ തന്നെ കൺട്രിയുടെ സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ടാണ്. കോൺസ്റ്റിറ്റ്യൂഷനെ സ്റ്റിബുലേറ്റ് ചെയ്തുകൊണ്ട് 3 തരത്തിലുള്ള എമർജൻസീസ് ഉണ്ട്: നാഷണൽ എമർജൻസി, കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി ആൻഡ് ഫിനാൻഷ്യൽ എമർജൻസി. ഫസ്റ്റ് വൺ നാഷണൽ എമർജൻസി. നാഷണൽ എമർജൻസി എന്ന് പറയുന്നത് വാർ, എക്സ്റ്റേണൽ അഗ്രഷൻ അല്ലെങ്കിൽ ആംഡ് റിബലിൻ്റെ ബേസിസിൽ ഡിക്ലെയർ ചെയ്യപ്പെടുന്നതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ തന്നെ ഈ ഒരു എമർജൻസി ടൈപ്പിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് എംപ്ലോയ് ചെയ്യുന്നു. ഇനി ഈ ഒരു പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ഗ്രൗണ്ട്സ് ഓഫ് ഡിക്ലറേഷൻ. ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട് വാർ, എക്സ്റ്റേണൽ അഗ്രഷൻ അല്ലെങ്കിൽ ആംഡ് റിബലിൻ്റെ ബേസിസിൽ ത്രട്ടൺ ചെയ്യപ്പെടുകയാണ് എങ്കിൽ പ്രസിഡൻറ്റിന് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാം. ഇതിൻ്റെ ഒരു ആക്ച്വൽ ഒക്കറൻസിന് മുന്നേ തന്നെ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. വാർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷൻ്റെ ബേസിസിലാണ് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് എങ്കിൽ അതിനെ നമുക്ക് എക്സ്റ്റേണൽ എമർജൻസി എന്ന് പറയാം. ആംഡ് റിബലിൻ്റെ ബേസിസിലാണെങ്കിൽ അതിനെ ഇൻറ്റേർണൽ എമർജൻസി എന്നും. ഈ ആംഡ് റിബൽ എന്ന് പറയുന്ന ടേം ഇൻസേർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് 44th അമെൻഡ്മെൻറ്റിൽ നിന്നാണ്. അതിന് മുന്നേ ആ ടേമിനെ ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്നാണ് നോൺ ചെയ്തിരുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ഓപ്പൺലി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഈച്ച് അതർ ആംഡ് ഫോഴ്സസ് യൂസ് ചെയ്യുമെന്ന്. അതിനെ സിംപ്ലി വാർ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു ഫോമൽ ഡിക്ലറേഷനും ഇല്ലാതെ ഒരു കൺട്രിക്ക് എഗൻസ്റ്റ് ആയിട്ട് ആംഡ് ഫോഴ്സസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എക്സ്റ്റേണൽ അഗ്രഷനാണ്. അങ്ങനെ ഇതിൻ്റെ രണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡിക്ലെയർ ചെയ്യപ്പെടുന്ന എമർജൻസിയെ നമുക്ക് എക്സ്റ്റേണൽ എമർജൻസി എന്ന് പറയാം. കൺട്രി അപ്രൂവൽ ആൻഡ് ഡ്യൂറേഷൻ. പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്തതിന് വിത്തിൻ 1 month തന്നെ പാർലമെൻറ്റിലെ 2 സഭകളും ഇത് അപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഈ ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ ലോക്സഭ പിരിച്ചു വിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അപ്രൂവൽ നടത്താതെ ഈ 1 month പീരീഡിൽ പിരിച്ചു വിട്ടിട്ടുണ്ട് എങ്കിൽ ലോക്സഭയുടെ റീകൺസ്റ്റിറ്റ്യൂഷന് ശേഷം പ്രൊക്ലമേഷൻ 30 days കൂടി സർവൈവ് ചെയ്യും, പ്രൊവൈഡഡ് ദ രാജ്യസഭ ഹാസ് ഇൻ ദി മീൻ ടൈം അപ്രൂവ്ഡ് ഇറ്റ്. അങ്ങനെ ബോത്ത് ഹൗസസ് അപ്രൂവ് ചെയ്തതിന് ശേഷം എമർജൻസി 6 months കണ്ടിന്യൂ ചെയ്യും. ആഫ്റ്റർ ആ 6 months വീണ്ടും പാർലമെൻറ്റിൻ്റെ അപ്രൂവലോടുകൂടി ഒരു ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒക്കും. ഇങ്ങനെ അപ്രൂവ് ചെയ്യുന്ന പ്രൊക്ലമേഷൻ്റെ റെസൊല്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂവൻസ് എന്ന് പറയുന്നത് പാസ് ചെയ്യുന്നത് പാർലമെൻറ്റിലെ 2 ഹൗസുകളിലെയും സ്പെഷ്യൽ മെജോറിറ്റി ആയിരിക്കും. റിവോക്കേഷൻ ഓഫ് പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ പ്രഖ്യാപനത്തിൻ്റെ റദ്ദാക്കൽ. ഒരു കണ്ടിന്യൂവൻസ് പ്രൊക്ലമേഷനിലൂടെ എപ്പോൾ വേണമെങ്കിലും പ്രസിഡൻറ്റിന് പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി റിവോക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു പ്രൊക്ലമേഷന് പാർലമെൻ്ററി അപ്രൂവൽ വേണ്ട. അതുപോലെ തന്നെ ഒരു സിമ്പിൾ മെജോറിറ്റി ഇതിൻ്റെ കണ്ടിന്യൂഷനെ ഡിസപ്രൂവ് ചെയ്തുകൊണ്ട് ലോക്സഭയിൽ നിന്ന് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയാണെങ്കിൽ എമർജൻസി നിരോധിക്കുന്നതാണ്. എഫക്റ്റ് ഓഫ് നാഷണൽ എമർജൻസി. എമർജൻസി പ്രൊക്ലമേഷൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഡ്രാസ്റ്റിക് ആൻഡ് വൈഡ് റേഞ്ചിങ് ആയിട്ടുള്ള എഫക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ കോൺസിക്വൻസസിനെ നമുക്ക് 3 ഗ്രൂപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എഫക്റ്റ് ഓൺ ദ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ. അതെന്ന് പറയുന്നത് എമർജൻസി പ്രാബല്യത്തിലിരിക്കെ
സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ എന്തെങ്കിലും ബേസിക് ചേഞ്ചസ് അണ്ടർഗോ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്കതിനെ 3 ഹെഡ്സ് ആയിട്ട് സ്റ്റഡി ചെയ്യാം. ഫസ്റ്റ് വൺ എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവ് പറയുന്നത് ഏത് കാര്യത്തിലും ഒരു സംസ്ഥാനത്തിന് എക്സിക്യൂട്ടീവ് നിർദ്ദേശം നൽകാൻ കേന്ദ്രത്തിന് അവകാശമുണ്ട് എന്നാണ്. ദെൻ ലെജിസ്ലേറ്റീവ്. ലെജിസ്ലേറ്റീവ് പറയുന്നത് സംസ്ഥാന പട്ടികയിൽ പരാമർശിച്ചിരിക്കുന്ന ഏത് വിഷയത്തിലും നിയമങ്ങൾ നിർമ്മിക്കാൻ പാർലമെൻറ്റിന് അധികാരമുണ്ട് എന്നാണ്. അതുപോലെ തന്നെ പാർലമെൻറ്റ് സെഷനിൽ ഇല്ലെങ്കിൽ കൂടി സ്റ്റേറ്റ്സ് റിലേറ്റഡ് സബ്ജക്ട്സിൽ ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യാൻ പ്രസിഡൻറ്റിന് അവകാശമുണ്ട്. പാർലമെൻറ്റ് സംസ്ഥാന വിഷയങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ അടിയന്തര വ്യവസ്ഥാ പ്രവർത്തനം അവസാനിച്ച് 6 മാസത്തിനു ശേഷം പ്രവർത്തനരഹിതമാവുകയും ചെയ്യും. നെക്സ്റ്റ് ഫിനാൻഷ്യലി പറയുന്നത് കേന്ദ്രത്തിനും സ്റ്റേറ്റിനും ഇടയിലുള്ള വരുമാനത്തിൻ്റെ ഭരണഘടനാപരമായ വിതരണം പരിഷ്കരിക്കാൻ പ്രസിഡൻറ്റിന് കഴിയുമെന്നാണ്. നെക്സ്റ്റ് എഫക്റ്റ് ഓൺ ദ ലൈഫ് ഓഫ് ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലി. അടിയന്തര വ്യവസ്ഥയിൽ ഓരോ തവണയും ഒരു സംസ്ഥാന നിയമസഭയുടെ സാധാരണ കാലാവധി പാർലമെൻറ്റിന് നീട്ടാം. അടിയന്തര വ്യവസ്ഥ പ്രവർത്തനം അവസാനിച്ചതിന് ശേഷം പരമാവധി 6 മാസത്തേക്ക്. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സിലുള്ള എഫക്ട്സ് നോക്കാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സിലുള്ള നാഷണൽ എമർജൻസിയുടെ എഫക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 358-ഉം 359-ഉം. These two provisions are explained below. First, suspension of fundamental rights under Article 19. According to Article 358, emergency proclamation നടപ്പിലിരിക്കെ ആർട്ടിക്കിൾ 19 കീഴിൽ വരുന്ന എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഓട്ടോമാറ്റിക്കലി സസ്പെൻഡഡ് ആവുമെന്നാണ്. ദെൻ ഈ എമർജൻസി എക്സ്പയർ ആയി കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി അത് റിവൈവ്ഡ് ആവുകയും ചെയ്യുന്നു. 44th Amendment Act laid out that Article 19 can only be suspended when the national emergency is laid on the grounds of war or external aggression and not in the case of armed rebellion. Next, suspension of other fundamental rights. Under Article 359, the President is authorized to suspend by order the right to move any court for the enforcement of fundamental rights during a national emergency. Thus, remedial issues are suspended and not the fundamental rights. പ്രസിഡൻഷ്യൽ ഓർഡറിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മാത്രമേ സസ്പെൻഡഡ് ആകാൻ എൻഫോഴ്സ് ചെയ്യപ്പെടുന്നുള്ളൂ. അതുപോലെ തന്നെ എമർജൻസി ഓപ്പറേഷനിൽ ഇരിക്കുന്ന ആ ഒരു ഷോർട്ടർ പീരീഡിലേക്ക് മാത്രമേ ഈ ഒരു സസ്പെൻഷനുള്ളൂ. ദെൻ പാർലമെൻറ്റിന് മുന്നിൽ ഓർഡർ ലേ ഔട്ട് ചെയ്യേണ്ടതുണ്ട് അപ്രൂവൽ കിട്ടാൻ. 44th Amendment Act mandates that the President cannot suspend the right to move the court for the enforcement of fundamental rights guaranteed by Article 20 and 21. This type of emergency has been proclaimed 3 times so far, in 1962, 1971 and 1975. First proclamation issue ചെയ്തത് ഒക്ടോബർ 1962 on account of Chinese aggression. അത് 1968 ജാനുവരി വരെയും പ്രാബല്യത്തിലുണ്ടായിരുന്നു. ദെൻ സെക്കൻഡ് പ്രൊക്ലമേഷൻ ഡിസംബർ 1971 അറ്റാക്ക് ബൈ പാകിസ്ഥാൻ. ദെൻ തേർഡ് എമർജൻസി പ്രൊക്ലെയിം ചെയ്തത് ജൂൺ 1975 ഈ ബോത്ത് സെക്കൻഡ് ആൻഡ് തേർഡ് പ്രൊക്ലമേഷനും റിവോക്ക് ചെയ്യപ്പെട്ടത് മാർച്ച് 1977. നെക്സ്റ്റ് പ്രസിഡൻസ് റൂൾ. എല്ലാ സ്റ്റേറ്റിലും ഗവൺമെൻറ് ഭരണഘടനയുടെ വ്യവസ്ഥയ്ക്കനുസൃതമായാണ് നടക്കുന്നതെന്ന് ഉറപ്പാക്കുന്നതിന് കേന്ദ്രത്തിന് കടമ ചുമത്തുന്നു. ഒരു സ്റ്റേറ്റിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറിയിലുള്ള ഫെയിലിയർ ആർട്ടിക്കിൾ 356 പ്രകാരം ഒരു സ്റ്റേറ്റിൻ്റെ ഭരണകൂടം കേന്ദ്രത്തിൻ്റെ പ്രവർത്തനത്തിലെ ചുമതലയാണ്. ഇതിനെയാണ് പ്രസിഡൻസ് റൂൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഇമ്പോസിഷൻ്റെ അടിസ്ഥാനം നോക്കാം. ആർട്ടിക്കിൾ 356 പ്രകാരം 2 കാരണങ്ങളാലാണ് പ്രസിഡന്റ് ഭരണാധികാരിയായി പ്രഖ്യാപിക്കുന്നത്.
ഒന്നെന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിലെ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിന് അക്കൗണ്ടൻ്റായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പ്രസിഡൻറ്റിന് പ്രൊക്ലമേഷൻ ഇഷ്യൂ ചെയ്യാൻ അധികാരപ്പെടുത്തുന്നു. സെക്കൻഡ്ലി, ആർട്ടിക്കിൾ 365 പ്രകാരം ഒരു സംസ്ഥാനം കേന്ദ്രത്തിൽ നിന്നും ഏതെങ്കിലും നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിനും പ്രാബല്യത്തിൽ വരുത്തുന്നതിനും ഒരു സ്റ്റേറ്റിൽ ഫെയിൽ ചെയ്താൽ അത് പ്രസിഡൻറ്റിൻ്റെ നിയമവിധേയം ആയിരിക്കും. നെക്സ്റ്റ്, പാർലമെൻ്ററി അപ്രൂവലും ഡ്യൂറേഷനും. A proclamation imposing president's rule must be approved by both the houses of the parliament within 2 months from the date of its issue. However, if the proclamation of president's rule is issued at a time when the Lok Sabha has been dissolved or dissolution of the Lok Sabha takes place during the period of 2 months without approving the proclamation, then the proclamation survives until 30 days from the first sitting of Lok Sabha after its reconstitution, provided that Rajya Sabha approves it in the meantime. ഇനി പ്രസിഡൻസ് റൂളിൻ്റെ കോൺസിക്വൻസസ് ആണ്. President acquires the following extraordinary powers when the president's rule is imposed in a state. Functions of state government and powers vested in the governor or any other executive authority in the state can be taken up. Then he can declare the powers of the state legislature are to be exercised by the parliament. He can take all other necessary steps, including the suspension of constitutional provisions related to any body or authority in a state. Then, scope of judicial review. Scope of judicial review പറയുന്നത് 1975 38th അമെൻഡ്മെൻറ്റ് പ്രസിഡൻറ്റിൽ ഉണ്ടാക്കിയ സാറ്റിസ്ഫാക്ഷൻ ആർട്ടിക്കിൾ 356 എന്ന് പറയുന്നത് ഫൈനലും അതുപോലെ തന്നെ കൺക്ലൂസീവുമാണ്. ഒരു കോർട്ടിലും അത് വെല്ലുവിളിക്കപ്പെട്ടില്ല. ആൻഡ് 1978 44th അമെൻഡ്മെൻറ്റ് ആക്ട് ഈ ഒരു പ്രൊവിഷനെ സബ്സിക്വൻ്റ്ലി ഡിലീറ്റ് ചെയ്തു, ഇംപ്ലൈയിങ് ദാറ്റ് പ്രസിഡൻറ്റിൻ്റെ സംതൃപ്തി എന്ന് പറയുന്നത് ജുഡീഷ്യൽ അവലോകനത്തിന് അപ്പുറം അല്ല എന്ന്. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ എമർജൻസി. Article 360 empowers the President to proclaim a financial emergency if he is satisfied that a situation has arisen due to financial stability അല്ലെങ്കിൽ ക്രെഡിറ്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെറിട്ടറിയുടെ പാർട്ട് ത്രെട്ടൻഡ് ആകുമ്പോഴാണ്. ഇനി പാർലമെൻ്ററി അപ്രൂവലിൻ്റെ ഡ്യൂറേഷൻ നോക്കാം. A proclamation declaring financial emergency must be approved by both the houses of parliament within 2 months from the date of its issue. However, if the proclamation of financial emergency is issued at a time when the Lok Sabha has been dissolved or the dissolution of Lok Sabha takes during the period of 2 months without approving the proclamation, then the proclamation survives until 30 days from the first sitting of the Lok Sabha after its reconstitution, provided the Rajya Sabha has the meantime approved it. Once approved by the Houses of Parliament, the financial emergency continues indefinitely till it's revoked. Next, effect of financial emergency. Extension of the executive authority of the Union over the financial matters of the states, reduction of salaries and allowances of all or any class of persons serving in the state, then reservation of all money bills or financial bills for the consideration of President after they are passed by the legislature of the state. Then direction from the President for the reduction of salaries and allowances of all or any class of the persons serving the Union and the judges of the Supreme Court and the High Courts. Next, criticism of emergency provision. എമർജൻസി പ്രൊവിഷൻ്റെ ഇൻകോർപ്പറേഷനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് കോൺസിക്വൻ്റ് അസംബ്ലിയിലെ ചില മെമ്പേഴ്സ് ചില വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. ഒന്നെന്ന് പറയുന്നത് യൂണിയൻ പവർഫുൾ ആയിക്കൊണ്ട്
കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫെഡറൽ ക്യാരക്ടർ ഡിസ്ട്രോയിഡ് ആവും. രണ്ടെന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ പവേഴ്സായിട്ടുള്ള യൂണിയനും യൂണിറ്റ്സും എൻറ്റയർലി യൂണിയൻ എക്സിക്യൂട്ടീവിൽ കോൺസെൻട്രേറ്റഡ് ആവും. തേർഡ് വൺ, പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഡിക്റ്റേറ്റർ ആവുകയും അതുപോലെ തന്നെ ഫോർത്ത്, ഫിനാൻഷ്യൽ ഓട്ടോണമി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൻ്റെ നള്ളിഫൈഡ് ആകുന്നു. ആൻഡ് ദ ഫിഫ്ത്ത് വൺ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് മീനിങ്ലെസ് ആകുന്നു. ആസ് എ റിസൾട്ട് ഡെമോക്രാറ്റിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രോയിഡ് ആകുന്നു. While defending the emergency provision in the Constituent Assembly, ഡോക്ടർ അംബേദ്കർ അതിൻ്റെ പോസിബിലിറ്റി ഓഫ് മിസ്യൂസിനെ പറ്റിയാണ് ചിന്തിച്ചത്. അദ്ദേഹം പറയുന്നത്, ഐ ഡു നോട്ട് ഓൾ ടുഗെദർ ഡിനൈ ദാറ്റ് ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് ദ ആർട്ടിക്കിൾസ് ബീങ് അബ്യൂസ്ഡ് ഓർ എംപ്ലോയ്ഡ് ഫോർ പൊളിറ്റിക്കൽ പർപ്പസസ്. പൊളിറ്റിക്കൽ പർപ്പസസിന് വേണ്ടിയിട്ട് പൂർണ്ണമായും ഈ ആർട്ടിക്കിളിനെ അബ്യൂസ് ചെയ്യുന്നില്ല എന്ന് നിരോധിക്കാനൊക്കില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ. താങ്ക് യു.